സ്റ്റേറ്റ് അവാർഡ് വിന്നർ എന്നുള്ളൊരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതേപോലത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എല്ലാവർക്കും രാജിയുടെ അടുത്ത സോങ്ങിൽ നിന്നും. അപ്പം അതൊരു എങ്ങനെ കാണുന്നു രാജി അതിനെ, ഒരു പ്രഷറിനെ? എനിക്കും ആദ്യം സ്റ്റേറ്റ് അവാർഡ് വന്ന് കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നി, എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റേഷൻസ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഏത് സിംഗറിൻ്റെ ആണെങ്കിലും ഇപ്പോൾ നിലനിൽപ്പ് എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ട ഒരു സംഭവമല്ല. കാരണം ഇപ്പോൾ എന്താണ്, പണ്ട് ദാസാറും ജാനകിയമ്മയും ചിത്ര ചേച്ചിയൊക്കെ ഒരു കാലഘട്ടത്തോളം വേറെ ഒരാളും കോമ്പീറ്റ് ചെയ്യാൻ ഇല്ലാതെ പിടിച്ചു നിന്നു. ആ ഒരു കാലം എന്തായാലും ഇനി വരില്ല. പിന്നെ നല്ല പാട്ടുകൾ കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന, നല്ല പാട്ടുകൾ നമുക്ക് ഓർത്തിരിക്കാവുന്ന തരത്തിലുള്ള പാട്ടുകൾ കിട്ടണേ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം നമുക്കങ്ങനെ ആൾക്കാർ പ്രതീക്ഷിക്കും, പക്ഷെ അങ്ങനെ ഒരു അവസരങ്ങൾ വരണമെന്നില്ല. കഴിഞ്ഞ വർഷം എന്താണ്, എനിക്ക് നല്ല 2-3 പാട്ടിൽ പാടാൻ പറ്റി. അതിൽ മോൻസിത്താര സാറിൻ്റെ നല്ലൊരു മെലഡി, അതൊരു സോളോ ആണ്, കളർ ബലൂൺ എന്നാണ് ആ സിനിമയുടെ പേര്. അത് റിലീസായിട്ടില്ല, സെൻസർ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഹണി ബീലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ദീപക് ദേവേട്ടൻ്റെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഈ പറഞ്ഞ നല്ലൊരു മെലഡി എനിക്ക് കിട്ടി, അത് ഗീതാഞ്ജലിയിലാണ്, വിദ്യാസാഗർ സാറിന്റെ പാട്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ വിദ്യാഞ്ജലിയുടെ പാട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ? സംഭവം എന്ത് ഡിഫിക്കൾട്ട് സോങ് ആണെങ്കിലും ഒരു മാക്സിമം 3/4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സംഭവം തീർന്നിരിക്കും എന്നുള്ളതാണ്. കാരണം സിംഗേഴ്സിനെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ്. അതെ തന്നെ, എക്സാക്ട്ലി. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ദൂരെ ദൂരെ എന്നുള്ള പാട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു തൽക്കാലം നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ചാറ്റ് സെഷൻ നമുക്ക് തൽക്കാലം ഒന്ന് പോസ് ചെയ്യാം. ബട്ട് അതിനു മുമ്പ് തീർച്ചയായിട്ടും ദൂരെ ദൂരെ എന്നുള്ള പാട്ട് ഒന്ന് കേൾക്കണം പ്ലീസ്. ദൂരെ ദൂരെ we